ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ സർക്കിളിൻ്റെ ബേസിക്സിനെ പറ്റി പഠിക്കാം. സർക്കിളെന്ന് വെച്ചാൽ എന്താണെന്ന്, ഒരു സർക്കിളിൻ്റെ ഫിഗറാണ് വരച്ചേക്കുന്നത്. സർക്കിള്, വാട്ട് ഈസ് എ സർക്കിൾ, സർക്കിളിൻ്റെ ബേസിക്സ്, സർക്കിൾ എന്താണ്, സർക്കിളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അങ്ങനെ ഓരോ പഠിക്കാം. A circle is a two-dimensional closed figure. Closed ആണല്ലേ, എങ്ങും ഓപ്പൺ അല്ലല്ലേ. Closed figure in which all the points in a plane are equidistant from a given point. എന്താന്ന് ഞാൻ പറയാം. equidistant from a given point called center. അതായത് ഇതൊരു ക്ലോസ്ഡ് ഫിഗറാണ്, എങ്ങും ഓപ്പൺ അല്ല. 2-dimensional ക്ലോസ്ഡ് ഫിഗർ ഇൻ വിച്ച് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഗിവൺ പോയിന്റ്. ഇവിടെ ഒരു ഗിവൺ പോയിന്റ് ഉണ്ട് ഓ, അതിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും ഇതിൻ്റെ ഏത് ഭാഗത്തോട്ട് വരച്ചാലും എല്ലാം ഡിസ്റ്റൻസ് സെയിം ആണ്, ഇക്വിഡിസ്റ്റൻ്റ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇക്വിഡിസ്റ്റൻ്റ് ആണ്. ഓ എന്നുള്ള ഒരു സെൻറ്ററിലുള്ള ആ പോയിന്റിനെ നമ്മൾ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും സെയിം ആണ്. ഇങ്ങനെ വരച്ചാലും നമ്മളൊരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് സെൻറ്ററിൽ കുത്തിയിട്ട് 5 സെൻറ്റിമീറ്റർ അകലത്തിൽ അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ ഇഷ്ടമുള്ള സർക്കിൾ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ two-dimensional closed figure in which all the points in the plane are equidistant from a given point. ഈ പോയിന്റിന് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നു. ആ പോയിന്റിൽ നിന്ന് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നു. ആ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് ആ സർക്കിളിലേക്കുള്ള ഏത് പോയിന്റിലേക്ക് വരച്ചാലും സെയിം ആയിരിക്കും, ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്തെങ്കിൽ അതിൻ്റെ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. OA 5, OB 5, OC 5. അങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള പോയിന്റിന് ആ ലെങ്തിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ആരം. അത് ഡിനോട്ട് ചെയ്യുന്ന R എന്ന പോയിന്റ് കൊണ്ടാണ്, റേഡിയസ്. ഈ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നു. ഈ ഗിവൺ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് ഈ സർക്കിളിലേക്ക് എടുത്താലും ശരി, അതെല്ലാം സെയിം ആയിരിക്കും. ഇങ്ങോട്ട് എടുത്താലും എങ്ങും ആ സർക്കിളിലെ ഏത് പോയിന്റിലെടുത്താലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഈ ഫിക്സഡ് പോയിന്റ്, ആ സെൻറ്ററിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. OA ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ. എത്ര ലെങ്ത് എടുത്തിട്ടാണോ നമ്മൾ ആ സർക്കിൾ വരയ്ക്കുന്നത്, കോമ്പസിൽ എടുത്തിട്ട് വരയ്ക്കുന്നത്, അതിന് റേഡിയസ് അല്ലെങ്കിൽ മലയാളത്തിൽ ആരം എന്ന് പറയുന്നു. ആരം. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് ലെങ്ത് എടുത്തു കഴിഞ്ഞാലും സെയിം ആയിരിക്കും. അതിനെ ആ ലെങ്തിനെ നമ്മൾ ലെങ്ത് ഫ്രം സെൻറ്റർ ഓഫ്, ഈ ഫിക്സഡ് പോയിന്റിനെ സെൻറ്റർ എന്ന് പറയുന്നു. സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓഫ് ദ സർക്കിൾ. സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. റേഡിയസ് അല്ലെങ്കിൽ മലയാളത്തിൽ ആരം എന്ന് പറയും, റേഡിയസ് എന്ന് പറയുന്നു. A circle is a two-dimensional closed figure. അത് ക്ലോസ്ഡ് ആണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇൻ വിച്ച്
ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ ഗിവൺ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന്, ഈ ഗിവൺ പോയിന്റിൽ നിന്ന്, ആ സെൻറ്ററിലുള്ള പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് എടുത്താലും തുല്യ ദൂരമായിരിക്കും. ഇക്വിഡിസ്റ്റൻസ് മീൻസ് തുല്യ ദൂരം. ഏത് പോയിന്റ് എടുത്താലും, ഒ എന്ന് എടുത്താലും ഒ ബി എന്ന് എടുത്താലും ഒ സി എന്ന് എടുത്താലും എങ്ങനെ എടുത്താലും തുല്യ ദൂരമായിരിക്കും. അതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. സർക്കിളിൻ്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ സർക്കിൾ ഫോർമുല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സർക്കിൾ ഫോർമുല ഈസ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, വേർ ആർ ഈസ് ദ റേഡിയസ് ആൻഡ് എച്ച് കെ എന്ന് പറയുന്ന പോയിന്റ് ഒ ആയിരിക്കും, സെൻറ്റർ ആയിരിക്കും. സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിൾ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, വേർ ആർ ഈസ് ദ റേഡിയസ് അല്ലെങ്കിൽ ആരം ആൻഡ് കേന്ദ്ര ബിന്ദു അതായത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ എച്ച് കെ. അതിൻ്റെ കോർഡിനേറ്റ്സ് എച്ച് കെ ആണ്. സർക്കിൾ ഫോർമുല ഈസ്, നമുക്ക് സർക്കിൾ എന്തുവാന്ന് ഒന്നും കൂടി നോക്കാം, ഒന്നും കൂടി പറയാം, എന്നിട്ട് അതിലെ ഓരോ ടേംസും പഠിക്കാം. സർക്കിൾ സർക്കിൾ എന്താണ്? സർക്കിൾ ഒരു 2 ഡയമെൻഷണൽ ക്ലോസ്ഡ് ഫിഗർ ആണ്. സർക്കിൾ ഈസ് എ 2 ഡയമെൻഷണൽ ക്ലോസ്ഡ് ഫിഗർ. ക്ലോസ്ഡ് ഫിഗർ ആണ്. അതിൻ്റെ പ്രത്യേകത എന്തോ? എങ്ങനെയുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ്? ഇൻ വിച്ച് ഓൾ ദ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഗിവൺ പോയിന്റ്. ആ ഗിവൺ പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും തുല്യ ദൂരമായിരിക്കും. അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ. ഇത് ഓപ്പൺ അല്ലല്ലോ, ക്ലോസ്ഡ് ആണ്. ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഗിവൺ പോയിന്റ്. ആ ഗിവൺ പോയിന്റ്, ആ പ്രത്യേക പോയിന്റ് എന്നാണ് പറയുന്നത് കോൾഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ദെൻ ദിസ് ഡിസ്റ്റൻസ്, ഇവിടുന്ന് എങ്ങോട്ട് വരച്ചാലും റേഡിയസ് കിട്ടും, നമുക്ക് ആരം കിട്ടും. ഇങ്ങനെ വരച്ചാലും എല്ലാം കിട്ടും, സെയിം ആയിരിക്കും. ഒരു കോമ്പസിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ അല്ലെ 10 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഇഷ്ടമുള്ള റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാവുന്നതാണ്. ഇനി സർക്കിൾ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, വെയർ ഇനി എച്ചും കെയും എന്താണ്? എച്ച് കെ ഈസ് ദ സെൻറ്റർ. ഈ ഗിവൺ പോയിന്റ്, ഈ പോയിന്റ് എച്ച് കെ ഈസ് ദ സെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ആർ ഈസ് ദ റേഡിയസ്. റേഡിയസ് മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു എനി പോയിന്റ്. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നു. Circle is a 2-dimensional closed figure in which all points in a plane are equidistant from a given point. That is, this is center O. Center of the circle. Center of the circle. O, center of the circle. Then OA, that is center to any point. Length of from center to any point. OA is the radius. നമുക്കിപ്പോൾ ഇങ്ങോട്ട് മാത്രമേ വരച്ചോളാമെന്നൊന്നുമില്ല, വേറെ ഒരു റേഡിയസ് വരയ്ക്കാം. OC റേഡിയസ് ആണ്. സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്ക്, സെൻറ്ററിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് വരച്ചാലും അത് റേഡിയസ് ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആരം എന്ന് പറയും, റേഡിയസ്. ദെൻ സർക്കിൾ ഫോർമുല ഈസ് എക്സ് മൈനസ് എച്ച്
the whole square plus y minus k the whole square equal to r square, where hk is the center of the circle. hk is center, ഇത് ആ ഫിക്സഡ് പോയിന്റ്, center of the circle, and r is the radius. Then a circle is a closed two-dimensional figure in which all the points in a plane are equidistant from the given point. ഇവിടെ നിന്ന് എങ്ങോട്ട് വരച്ചാലും തുല്യ ദൂരമാണ്. അതാണ് ഈ ഇതിലെ സർക്കിളിലേക്ക് എങ്ങോട്ട് വരച്ചാലും തുല്യ ദൂരമാണ്. അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. തുല്യ ദൂരമാണ് അതിൻ്റെ സർക്കിൾ. ഒ എ എന്ന് പറയുന്നത് ഇവിടെ ഒ സി എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഇവിടെ ഒ എയോ ഒ സിയോ അത് ഞാൻ പേരിട്ട് വേണേലും വിളിക്കുക. അതിന് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഏത് പോയിന്റിലോട്ട് വരച്ചാലും റേഡിയസ് ആണ്. സർക്കിൾ ഫോർമുല എന്ന് പറയുക അത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, വെർ എച്ച് കെ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ആർ ഈസ് ദ റേഡിയസ്. റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നു. ഓ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എച്ച് കെ. ഇനി വേറൊരു ടേം നമുക്ക് പഠിക്കാം, ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ആരം റേഡിയസ് പഠിച്ചു, ഇനി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഡയമീറ്റർ എന്തുവാന്ന് നോക്കാം. ഡയമീറ്ററിൻ്റെ മലയാളം വ്യാസം, റേഡിയസ് ആരം, റേഡിയസ് ആരം, ഡയമീറ്റർ വ്യാസം. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി വരും. ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഫുൾ ലെങ്ത് വരും. ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന, അതായത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈൻ സെഗ്മെൻറ്റ് റേഡിയസിൻ്റെ ഇരട്ടി വരും. ഡയമീറ്റർ ബി ഈസ് ഈക്വൽ ടു 2r അല്ലെങ്കിൽ r ഈക്വൽ ടു d/2. ഡയമീറ്ററിൻ്റെ ഹാഫ്, ഇതിൻ്റെ ഹാഫാണ് വരിക. ഇത് എ ബി എന്ന് പറഞ്ഞാൽ ഇത് ഡയമീറ്ററാണ്. ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഓഫ് എ സർക്കിൾ. വേറെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. ഇതാ ഡയമീറ്ററാണ്, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. വേറൊരു ഡയമീറ്റർ വരയ്ക്കാം, അതിൻ്റെ ഇരട്ടി വരും. ഇത്രയും വരും, അതിൻ്റെ അത്രയും കൂടെ വരും. റേഡിയസ് 2 ടൈംസ് വരും. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 2 points of a circle passing through its center. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 2 points. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ. ഇങ്ങനെ വരച്ചാൽ ഡയമീറ്റർ ആവില്ല, അത് വേറെയാണ്, അതിൻ്റെ പേര് പറയാം. ഇതിനെയാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇത് ആറാണ്, ഇതും ആറാണ്. ഇത് 2 തവണ 6 വരുന്നുണ്ട്. 2 times 6 വരുന്നു. ഈ 6 കൊണ്ട് ഈ 6 വരുന്നുണ്ട്. ഡയമീറ്റർ റേഡിയസിൻ്റെ ഇരട്ടി ദൂരം വരുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇതും 2 times 6. ദാറ്റ് ഈസ് അല്ലെ റേഡിയസുമായിട്ടുള്ള ബന്ധം എന്തുവാ? റേഡിയസ് ഈക്വൽ ടു d/2. ഡയമീറ്ററിൻ്റെ ഹാഫാണ് വ്യാസത്തിൻ്റെ, ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് ഇരട്ടിയാണ്. ഇത് 6 ഇവിടെയും വരും, ഇവിടെയും വരും. ഇങ്ങോട്ടും 6 വരും, ഇങ്ങോട്ടും 6 വരും. അപ്പോൾ ഡയമീറ്റർ പഠിച്ചു, റേഡിയസ് പഠിച്ചു. ഇനി പുതിയ ടേംസ് പഠിക്കാം. ഇത് റേഡിയസ് ഓയെ. പിന്നെ വേറെ ഒരു ഡയമീറ്റർ വരയ്ക്കാം, അത് ഡി ആണ്. അത് ബി സി ഡയമീറ്റർ. ഒ എ എന്ന് പറയുന്ന റേഡിയസ്, അതായത് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയും. ഇനി സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് പോയിൻറ്റ്സിനെ, സർക്കിളിൻ്റെ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസാണ് വരുന്നത് ഇതിലെ സർക്കിളിനുള്ളിലെ. അതിനെ ഡയമീറ്റർ എന്ന് പറയുന്നു. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഈ ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം എന്താണ്? റിലേഷൻ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇരട്ടി വരുമല്ലോ. ഇത് 6. അപ്പോൾ 2 times 6. ഡയമീറ്റർ ഈക്വൽ ടു 2 times റേഡിയസ്. നമുക്ക് വേറൊരു പോയിൻറ്റ്സ് പഠിക്കാം. വേറൊരു പോയിൻ്റ് പഠിക്കാം.
ഇത് 2 പോയിൻറ്റ്സ് ആണ്. പി ക്യു. ദിസ് ഈസ് എ കോഡ്. കോഡ് അല്ലെങ്കിൽ ഞാണെന്ന് പറയും. കോഡ് ഞാണ്. അപ്പോൾ ഏത് 2 പോയിൻറ്റ്സിനെ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എടുത്തിട്ട് അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് കോഡ്. എന്താണ് കോഡെന്ന് നോക്കാം. ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് ഓഫ് എ സർക്കിൾ. സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാൻ ഒത്തിരി ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. പോയിൻറ്റ്സ് ഈസ് നോൺ ആസ് കോഡ്. ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഒരു കോഡാണ്. ഞാൻ പി ക്യു ഈസ് എ കോഡ്. നമുക്ക് വേറെ കോഡ് വരയ്ക്കാം. എക്സ് വൈ. വേറെ കോഡ് വരയ്ക്കാം. RS. ഇഷ്ടം പോലെ ഞാനുകൾ അതിനകത്ത് വരയ്ക്കാൻ പറ്റും. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ കോഡ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നു. കോഡ് ഞാൻ. അതായത് ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് ഓഫ് ദ സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ്. ഇവിടെ പി ക്യു എന്ന് പറയുന്ന കോഡാണ്. XY എന്ന് പറയുന്ന വേറൊരു കോഡാണ്. RS എന്ന് പറയുന്ന വേറൊരു കോഡാണ്. ഇതെല്ലാം കോഡ്സാണ്. ഡിഫറെൻറ്റ് കോഡ്സാണ്. നമുക്ക് പല കോഡുകൾ വരയ്ക്കാൻ പറ്റും. ഞാനെന്ന് പറയും. അതായത് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ ഈസ് എ കോഡ്. എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ ഈസ് എ കോഡ്. Then diameter is also a code. ലോങ്ങസ്റ്റ് കോഡാണ്. ഡയമീറ്റർ ഈസ് ഓൾസോ എ കോഡ്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കാം. ഇറ്റ്സ് എ കോഡാണ്. പക്ഷെങ്കിൽ ഏറ്റവും നീളം കൂടിയ സെൻട്രൽ കൂടല്ലേ പാസ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നത്. ഡയമീറ്ററാണ് ലോങ്ങസ്റ്റ് കോഡ്. റേഡിയസ് പഠിച്ചു. സെൻറ്ററിൽ നിന്ന് ലെങ്ത് ഫ്രം സെൻറ്റർ ടു ദ സർക്കിളിൻ്റെ ഏത് ഭാഗത്തേക്കുള്ള ലെങ്തിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നു. റേഡിയസ് എന്ന് പറയുന്നു. ഇതിൽ കൂടി പാസ് ചെയ്യുന്ന സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് പാസിങ് ത്രൂ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണം. അതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. പാസിങ് ത്രൂ സെൻറ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സ് ആണ് സർക്കിൾ. ജോയിനിങ് 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്നത് ഈസ് കോൾഡ് ഡയമീറ്റർ. we can draw so many radius. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല എത്ര റേഡിയസ് ഉണ്ടെന്ന്. so many radius and diameters in the circle. ഇതിനകത്ത് ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇതൊന്ന് ഇങ്ങനെ ഒരുപാട് വരയ്ക്കാൻ പറ്റും. തൊട്ടടുത്ത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല എത്രയെന്നും. center a line segment joining any 2 points on a circle. This is a chord. A line segment joining any 2 points
on a circle is a chord. Example, AB is a chord. ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് ഇവിടെ ഉള്ള ഒരു പോയിൻ്റ് ഇവിടെ ഉള്ള ഒരു പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ കോഡെന്ന് പറയുന്നു. ഇത് സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏത് ഭാഗത്തേക്ക് വരച്ചാലും അതിന് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നു. ഇത് സർക്കിളിൻ്റെ ഫോർമുല, സർക്കിൾ ഫോർമുല എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ വെയർ എച്ച് കെ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സെൻറ്റർ ഓഫ് ദ സർക്കിൾ and R is radius. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലോങ്ങസ്റ്റ് ഇതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നു. സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് പോയിൻറ്റ്സ്, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന എത്ര ഡയമീറ്റർ വേണമെങ്കിലും നമുക്കിത് വരയ്ക്കാം. എക്സ് വൈ ഡയമീറ്റർ, പി ക്യു വേറൊരു ഡയമീറ്റർ. ഇത് ഇരട്ടിയായിരിക്കും, റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും. ഇത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് റേഡിയസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ്. അതായത് ഡയമീറ്റർ റേഡിയസും തമ്മിലുള്ള ബന്ധം ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആർ. ഇവിടെ ആറ് ഇവിടെ ആറ്. ഡയമീറ്റർ വ്യാസം, റേഡിയസ് ആര്. ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും, 2 ടൈംസ്. പറയാം. ഇത് റേഡിയസ്, ഇങ്ങോട്ട് എത്ര റേഡിയസ് വേണേലും നമുക്ക് വരയ്ക്കാം. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര റേഡിയസ് സർക്കിളിലേക്കുള്ള ഏത് പോയിൻ്റ് ജോയിൻ ചെയ്താലും അത് റേഡിയസ് ആണ്. ഇനി സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഓപ്പോസിറ്റ് പോയിൻറ്റ്സിന് ഇതിനെ ജോയിൻ ചെയ്യുന്ന എ ബി, അത് ഡയമീറ്ററാണ്. ഇത് ഡയമീറ്ററാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 6 വരും ഇവിടെ 6 വരും. അപ്പോൾ 2 ടൈംസ് ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു ലോങ്ങസ്റ്റ് കോഡെന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് കോഡ്. ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി 2 പോയിൻറ്റ്സ് പിന്നെ സർക്കിൾ ഈസ് എ കോഡ്. ഇതൊരു കോഡാണ്. പി ക്യു ഇതൊരു കോഡാണ്. വേറെ കോഡ് വരയ്ക്കാം നമുക്ക്. ഇതൊരു കോഡാണ്. എക്സ് വൈ എവിടെ വേണേലും കോഡ് വരയ്ക്കാം. കോഡ് ബേസിക്സ് അബൌട്ട് എ സർക്കിൾ. Then circle formula is x minus h the whole square plus y minus k the whole square equal to r square, where hk is the center of the circle. ഇത് ആ ഫിക്സഡ് പോയിന്റിനാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് എങ്ങോട്ടുള്ള ലെങ്തും റേഡിയസ് എന്ന് പറയാം. അതിൻ്റെ ഇരട്ടി വരും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 2 പോയിൻറ്റ്സ് ആൻഡ് 2 പോയിൻറ്റ്സ്. അത് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഇരട്ടി വരും. ഡി ഈക്വൽ ടു 2 ടൈംസ് ആർ. A circle is a 2-dimensional closed figure in which all the points in a plane are equidistant from a given point. ആ പോയിൻ്റ് ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് എത്ര റേഡിയസ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റുന്നതാണ്. കോഡെന്ന് പറഞ്ഞാൽ, കോഡെന്ന് പറയാൻ ഞാണെന്ന് പറയും മലയാളത്തിൽ. കോഡ്. കോഡ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് joining any 2 points on a circle.
ഇത് ലോങ്ങസ്റ്റ് കോഡെന്ന് പറയുന്നത് ഡയമീറ്റർ വരും. ഇത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളത്. ഡയമീറ്റർ D is equal to 2 times R. Next, to study circle. What is a circle? Circle example ഇഷ്ടം പോലെ എക്സാമ്പിൾ പറയാൻ പറ്റും. റിങ്സ്, വീൽസ്, ബാംഗിൾസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റും. സർക്കിൾ ഷേപ്പിലുള്ള സർക്കിളിൻ്റെ എക്സാമ്പിൾസ്. ഈ ഫിക്സഡ് പോയിൻറ്റിനെ സെൻറ്റർ എന്ന് പറയും. സെൻറ്ററിൽ നിന്ന് ഏതൊരു പോയിന്റിലേക്ക് വരച്ചാലും അതിനെ റേഡിയസ് എന്ന് പറയും. അതെല്ലായിടും തുല്യമായിരിക്കും. ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ നടുക്ക് കുത്തിയിട്ട് വരയ്ക്കുക. എവിടെ നോക്കിയാലും ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിളാണ് വരച്ചെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എങ്ങനെയായാലും നമുക്ക് സെയിം ലെങ്ത് വരും. ഇപ്പം നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് നോക്കാം ഒന്നുകൂടെ. ഒരു സർക്കിളിനെ പറ്റി വേറൊരു ഇതുകൂടെ. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ്, ഇത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് πr² സ്ക്വയർ യൂണിറ്റ്സ്. സ്ക്വയർ യൂണിറ്റ്സ് മീൻസ് മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ വരും, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. πr², വെയർ r ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. r ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി സർക്കംഫറൻസ് of a circle is 2πr, where r is the radius of a circle. Area of a circle is πr² square units and r is radius. Circumference is 2πr units. You have to recollect some points about circle. Circle points. Circle. ഒന്നാമത്തെ സർക്കിൾ എന്താണ്? ഒരു 2 dimensional closed figure ആണ്. 2 dimensional closed figure in which all the points in a plane are equidistant. ഇവിടെ ആർ തുല്യ ദൂരമായിരിക്കും. സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏത് പോയിന്റിലോട്ട് എടുത്താൽ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഗിവൺ പോയിന്റ്. ആ ഗിവൺ പോയിന്റിന്, ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ എന്ത് പറയും? ഗിവൺ പോയിന്റ് കോൾഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്റർ എന്നറിയപ്പെടുന്നു. സെൻറ്റർ ഓഫ് ദ circle. And a circle is a 2-dimensional closed figure in a plane in which all the points in a plane are equidistant from a given point, called the center. ആ given പോയിന്റിനെ, ആ ഫിക്സഡ് പോയിന്റിനെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നു. നെക്സ്റ്റ് ടേം റേഡിയസ്. സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? നമ്മൾ സർക്കിൾ ഇത് ഇവിടെ സെൻറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഇവിടുന്ന് എങ്ങോട്ടുള്ള ദൂരം എടുത്താൽ റേഡിയസ് വരും. അതിനെ ആരം എന്ന് പറയുന്നു. ലെങ്ത് ഫ്രം സെൻറ്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ടു എനി പോയിന്റ്, സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്ക് നമുക്ക് റേഡിയസ് എടുക്കാം, ഈക്വൽ ആയിരിക്കും. സർക്കിൾ ഈസ് its radius. Radius is denoted by radius r. Then diameter എന്ന് പറഞ്ഞാൽ, radius r ആരം, diameter എന്ന് പറഞ്ഞാൽ വ്യാസം. അതായത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഇത് സർക്കിളിലുള്ള. അതായത് ദ ലൈൻ സെഗ്മെൻറ്റ് joining 2 points മാത്രം പോരാ, 2 points മാത്രം ആയാലും കോഡാകും. ആൻഡ് പാസിങ് ത്രൂ ദ സെൻറ്റർ,
സെൻറ്ററിൽ കൂടി കടന്നു പോകണം. ഒത്തിരി ഡയമീറ്റർ വരയ്ക്കാൻ പറ്റും. ഇതൊരു ഡയമീറ്ററാണ്. അങ്ങനെ കുറേ വരയ്ക്കാൻ പറ്റും. പാസിങ് ത്രൂ ദ സെൻറ്റർ. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്, ലോങ്ങസ്റ്റ് ലെങ്ത് വരും ഡയമീറ്റർ. ഡയമീറ്റർ വ്യാസം. ഡയമീറ്റർ ഇത് 6, ഇത് 6. PAD എന്ന് പറയുന്ന ഡയമീറ്റർ ആണെങ്കിൽ അത് 2 times 6 വരും. ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം 2 times. ഇവിടെ 6 വരും, ഇവിടെ 6 വരും. അതുപോലെ ഇവിടെ എടുത്താലും 6 വരും. ഇവിടെ PQ എന്ന് എടുത്താൽ PQ ഡയമീറ്ററാണ്. ഇവിടെ 6, ഇവിടെ 6. 2 times 6. ദാറ്റ് ഈസ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡയമീറ്റർ. റേഡിയസ് ഇതിൻ്റെ നേരെ പകുതിയായി വരും, PQൻ്റെ പകുതി. അല്ലെങ്കിൽ ഡയമീറ്റർ ഈക്വൽ ടു 2 times 6. റേഡിയസിൻ്റെ ഇരട്ടി വരും. നെക്സ്റ്റ് ഒരു 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെ RS. സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് joining any 2 points on a circle. Any 2 points on a circle is called chord. അതിനെ കോഡെന്ന് പറയും. ഇത് കോഡാണ്, RS കോഡാണ്. ഏത് 2 പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യും. ഇങ്ങനെ വരയ്ക്കാം. ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെ വേണേലും വരയ്ക്കാം. അതായത് പിന്നെ 2 വ്യത്യസ്ത പോയിൻറ്റ്സുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ, സർക്കിളിലുള്ള 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ കോഡെന്ന് പറയുന്നു. കോഡ്. ലോങ്ങസ്റ്റ് കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഡയമീറ്ററാണ്. ഇതും കോഡാണ്, 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നതാണല്ലോ. ലോങ്ങസ്റ്റ് കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഡയമീറ്ററാണ്. ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം ഡയമീറ്റർ ഈക്വൽ ടു 2 times 6. നെക്സ്റ്റ് ഏരിയ. Area of a circle is pi r square units, where r is the radius of the circle. Circumference of a circle is 2 pi r units, where r is the radius of the circle. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കുക. വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.